നമസ്കാരം. ആത്മീയ വിഷയങ്ങൾ ലളിതമായും പ്രായോഗികമായും ചർച്ച ചെയ്യുന്ന ഹരിയോടൊപ്പം എന്ന സോഷ്യൽ മീഡിയ സീരീസിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഹരി, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാനാണല്ലോ. ഈ ജീവിതത്തിൽ ആനന്ദവാനായിരിക്കാൻ ഈശ്വര വിശ്വാസം ഏതെങ്കിലും രീതിയിൽ സഹായിക്കുമോ? ശുഭ പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും പ്രവർത്തിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആനന്ദത്തോടെ ജീവിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതാണ് യാഥാർത്ഥ്യത്തിൽ നമ്മൾ ഈശ്വരവിശ്വാസമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്താവും സന്തോഷത്തോടെ ജീവിക്കുക? സന്തോഷം എന്നുള്ള സാധനം ഒരു അപേക്ഷയായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ നമുക്കൊത്തിരി സന്തോഷങ്ങൾ വേണം. സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങളുണ്ടാവും. നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകും. കുട്ടിക്കൊരു ചെറിയ ജലദോഷം വന്നാൽ നമുക്കത് ദുഃഖമാവും. നമുക്കൊരു നല്ല ജോലി കിട്ടിയാൽ നമുക്ക് അതിഗംഭീരമായിട്ടുള്ള സന്തോഷം ഉണ്ടാവും. ആ ജോലിയിൽ എന്താ പറയുക, ഒരു ചെറിയ വഴക്ക് കേട്ടാൽ നമുക്കപ്പോൾ ദുഃഖം ഉണ്ടാവും. അപ്പോൾ സന്തോഷം എന്നുള്ളത് ഓരോ ദിവസവും നമുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ പോയി പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. കാരണം ഇന്ന് അത് നടക്കണം, നാളെ ഇത് നടക്കണം. എന്ത് കിട്ടിക്കഴിയുമ്പോഴും നമുക്ക് വീണ്ടും 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 ആവശ്യങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആവശ്യങ്ങൾ കയറുന്നതിന് വേണ്ടി നമ്മൾ എന്താ പറയുക, ക്ഷേത്രങ്ങളിൽ പോകുന്നു. ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ വഴിപാട് കഴിക്കുകയാണ്. 100 രൂപയുടെ 200 രൂപയുടെ 500 രൂപയുടെ അല്ലെങ്കിൽ 10,000 രൂപയുടെ ഒക്കെ പാക്കേജ് വഴിപാടുകൾ കൊടുത്തിട്ട് നമ്മൾ സന്തോഷം പണം കൊടുത്ത് വാങ്ങുകയാണ്. എൻ്റെ മകന് ഇത് കിട്ടണേ, അല്ലെങ്കിൽ എനിക്ക് ലോട്ടറി അടിക്കണേ, എനിക്ക് അത് വാങ്ങാൻ പറ്റണേ, ഇത് കിട്ടാൻ പറ്റണേ. അപ്പോൾ സത്യത്തിൽ നമ്മൾ സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സന്തോഷം കിട്ടാൻ വേണ്ടി പണം കൊടുത്ത് ഈശ്വരനിൽ നിന്ന് ഓരോന്നും നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഈ ശ്രമം കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടും. കാരണം അങ്ങനെ നമ്മൾ പോയി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നമുക്ക് ആ നേട്ടം ഉണ്ടായത്. ഞാൻ ഈശ്വരനോട് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മകന് ജോലി കിട്ടിയത്. ഞാൻ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്ക് ലോട്ടറി അടിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ ഈശ്വരനെ അതിലേക്ക് കയറി നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് നമ്മൾ ഈശ്വരനെ അങ്ങോട്ട് നമ്മൾ കുറേ പണം കൊടുത്തിട്ടുണ്ട്. പണം കൊടുത്താൽ അതിൻ്റെ റിട്ടേൺ ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈശ്വരനോട് കച്ചവടത്തിന് ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ ഒരു അവസ്ഥയാണ്. പക്ഷെ ആനന്ദം എന്നുള്ളത് എന്താവും? ശരിക്കും ഈ സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ ശരിക്കും ഈശ്വരനെ ഭജിക്കേണ്ടത് ആനന്ദത്തിന് വേണ്ടിയാണ് എന്ന് വേണമെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ എന്തായിരിക്കും ശരിക്കും നമുക്കൊരു ആനന്ദം ഉണ്ടാവുക? അത് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് കുട്ടി ഉണ്ടാവുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, കുട്ടികളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഒരു അച്ഛനും അമ്മയും കുട്ടിയെ കാണുന്നതും ഒരു മുത്തശ്ശനും കുട്ടിയെ കാണുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛനും അമ്മയും കുട്ടിയെ കാണും. അച്ഛനും അമ്മയും കുട്ടിയെ കാണുമ്പോൾ അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി, അവിടെ കുറേ അംബീഷൻസ് ഒക്കെ അച്ഛനും അമ്മയ്ക്കുണ്ട്. എൻ്റെ കുട്ടി വളരണം, എൻ്റെ കുട്ടിക്ക് IAS കിട്ടണം, എൻ്റെ കുട്ടി ഡോക്ടർ ആവണം, എൻ്റെ കുട്ടി മറ്റുള്ളവരുടെ മുമ്പേ നന്നായിട്ട് പെർഫോം ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയെ കൊണ്ട് സത്യത്തിൽ എന്നെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആ കുട്ടി പ്രവർത്തിക്കാൻ വേണ്ടി അതിഭീകരമായിട്ട് നമ്മൾ അതിനെ ഒരു എന്താ പറയുക, ഒരു മീഡിയമായിട്ട്, എൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു മീഡിയമായിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ ഉപയോഗിക്കുകയാണ് അച്ഛനും അമ്മയും അധികം ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ മുത്തശ്ശനെയും മുത്തശ്ശിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കൂ. മുത്തശ്ശനും മുത്തശ്ശിയും ഈ പറഞ്ഞ എന്താ പറയുക, ഒരു പ്രായം കഴിഞ്ഞ് അച്ഛനും അമ്മയായി, ആ പ്രായത്തിൻ്റെയും 10-30 വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് കുട്ടിയുണ്ടായി വളർന്ന ഇത്, ആ ഒരു പ്രായമാകുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ റിട്ടയർമെൻറ്റിൻ്റെയൊക്കെ പ്രായത്തിൽ ജീവിതത്തിലെ ഈ പറഞ്ഞ വലിയ വാശികൾ, വലിയ ആഗ്രഹങ്ങളൊക്കെ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമാവുന്ന അവസ്ഥയിൽ അവർക്ക് വേണ്ടത് പിന്നെ ഒരു ആനന്ദം എന്നുള്ളൊരു അവസ്ഥയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടിയെ രാവിലെ ആയിട്ട് കാണുമ്പോൾ തൊട്ട് തന്നെ അവരുടെ കളിയിലൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്യുകയാണ്. അവർക്ക് രാവിലെ കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടികളുടെ കൂടെ കളിക്കുക, ആ കുട്ടികളെ കൂടെ ആന കളിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ തോളിൽ ഏറ്റി നടക്കുക, അവരുടെ കൂടെ കുരങ്ങൻ്റെ എന്താ പറയുക മുഖഭാവം കാണിച്ച് കളിക്കുക. അപ്പോൾ സത്യത്തിൽ അവിടെ ഒരു വേറൊരു ആനന്ദം അനുഭവിക്കുകയാണ് ആ കുട്ടികളുടെ കൂടെ കളിക്കുക. ആ കുട്ടികളെ കൊണ്ട് എത്ര നേട്ടമുണ്ടാവാൻ വേണ്ടിയല്ല, ആ കുട്ടികളുടെ കൂടെ ജീവിക്കുമ്പം ഞാനും ആ ഒരു പഴയ, അല്ലെങ്കിൽ ആ മുത്തശ്ശനും മുത്തശ്ശിയും പഴയ അവരുടെ യഥാർത്ഥ കുട്ടിക്കാലത്തിൻ്റെ ആ ഒരു ജീവിതത്തിലേക്ക് കള്ളത്തരമില്ലാത്ത, കാരണം ഇതുവരെ കുറേ കാലത്ത് കള്ളത്തരമുള്ള ഒത്തിരി ആളുകളോട് ഇടപഴകി ബാക്കി ശീലിച്ച് വീണ്ടും കള്ളത്തരം ഇല്ലാത്ത കുട്ടികളുടെ മാനസികാവസ്ഥയിലേക്ക് വീണ്ടും വരുന്ന ഒരവസ്ഥ, അവിടെ ലഭിക്കുന്ന ഒരു സംഭവത്തിനാണ് ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതിന് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, അതിർവരമ്പുകളില്ല. എത്ര കിട്ടണമെന്നോ എത്ര വേണമെന്നോ ഇല്ല. നമ്മൾ അവരുടെ ഓരോ ചെറിയ കളിയിലും ചെറിയ ചിരിയിലും ചെറിയ കുസൃതിയിലും അവരുടെ കൊച്ചുകുട്ടികളുടെ ചെറിയൊരു അടിയിലും ഒരു കടിയിലും വരെ നമ്മൾ ആസ്വദിക്കുകയാണ്. അതിന് കിട്ടുന്ന ആനന്ദം
എത്ര വലുതാണെന്ന് നോക്കും. ഈ ആനന്ദമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമുക്കിത് ലഭിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ നേട്ടം കഴിഞ്ഞുകൂടി ഈശ്വരൻ്റെ ആവശ്യം ഇവിടെ കഴിഞ്ഞു. പണം കൊടുത്താണ് നമ്മൾ ഈശ്വരനോട് കാര്യം പറഞ്ഞത്. അപ്പോൾ 10,000 രൂപയ്ക്ക് ഒരു പൂജ കഴിച്ച് ബാക്കി വന്ന് എനിക്ക് ഇത്ര കോടി രൂപയുടെ ബിസിനസ് നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭഗവാന് കൊടുക്കാനുള്ള കമ്മീഷൻ ഞാൻ അഡ്വാൻസ് കൊടുത്തു. എന്നിട്ടാണ് എൻ്റെ കച്ചവടം നടന്നത്. ഇനി എനിക്ക് ഈശ്വരനുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഇനി അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ ഞാൻ അവിടെ കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ഞാൻ അവിടെ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഈ ലോകത്തിൻ്റെ ബാക്കിയുള്ള വികൃതികളോ വൈകൃതങ്ങളോ ഒന്നും അല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു മുത്തശ്ശൻ്റെ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ കള്ളത്തരമില്ലാത്ത എൻജോയ് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ശരിക്കും ഈശ്വരനിലേക്ക് നമുക്ക് പോകേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഈശ്വരനെ നമ്മൾ കാണുമ്പോൾ ആ ഈശ്വരൻ്റെ സ്വഭാവ വിശേഷങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആനന്ദം നമുക്ക് തോന്നണം. ആ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നണം. കുട്ടികൾ കളിക്കണമെങ്കിൽ ആ ഈശ്വരൻ നമ്മളോട് കളിക്കുന്നുണ്ടെന്ന് തോന്നണം. നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് ആ ഈശ്വരനുണ്ടെന്ന് നമുക്ക് തോന്നണം. അങ്ങനെ തോന്നുന്ന ആ ഒരു സമയത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുക. ഈ ആനന്ദത്തിന് ഒരിക്കലും സ്വാർത്ഥത എന്നുള്ളത് ഉണ്ടാവില്ല. ഈ ആനന്ദം നമുക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് മാറുകയാണ്. നമുക്ക് ലോകത്തോട് എങ്ങനെ പെരുമാറാം, മറ്റുള്ളവർ നമുക്ക് കള്ളത്തരമില്ലാതെ നമുക്ക് പെരുമാറാൻ നമ്മൾക്ക് തന്നെ ആ ഒരു ഈശ്വര ബന്ധം നമ്മളെ ശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന സുഖത്തിന് വേറൊന്നും പറയാൻ കഴിയില്ല. കാരണം അവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആ ആനന്ദം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വേറുന്നുണ്ട്. മറ്റോരോരുത്തർക്കും ഗുണമുണ്ടാവണം എന്ന ചിന്ത നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പോൾ ഈ ആനന്ദം നമ്മൾ ആസ്വദിക്കുമ്പോൾ ആനന്ദത്തിൻ്റെ സമയത്ത് നമുക്ക് വേറൊരാൾക്കും ഒന്നും കൊടുക്കാൻ മടിയുണ്ടാവില്ല. കാരണം അവിടെ സ്വാർത്ഥതയില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് കൊടുക്കാം, നമ്മുടെ കയ്യിൽ എന്ത് നോളജുണ്ടോ അത് കൊടുക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി എൻ്റെ കയ്യിൽ എന്തുണ്ട് അത് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ എൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ എടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഞാൻ നശിക്കും അങ്ങനെയല്ല പറയുക. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ പോലും വേറുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതെന്ന് വെച്ച് ഇതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പോകും തോന്നുമ്പോൾ അവൻ അങ്ങനെ നന്നാവണ്ട എന്നെ കൊണ്ട് എന്ന് വിചാരിച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവന് സ്വാർത്ഥതയില്ലാതെ കൊടുക്കണം. അവൻ നന്നാവണം എന്ന് ആഗ്രഹിച്ച് കൊടുക്കണം. ആ കൊടുക്കാനുള്ള മാനസികാവസ്ഥ വേണമെങ്കിൽ അവിടെ നമുക്ക് ആനന്ദം ഉണ്ടാവണം. കള്ളത്തരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറുന്നുണ്ട് നമുക്ക് സന്തോഷം മാത്രം മതിയെങ്കിൽ സന്തോഷത്തിന് നമ്മൾ പല വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ ഓരോ സന്തോഷത്തിനും പണം വേണമെന്നുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷം എപ്പോഴും പെർമനൻ്റ് ആവില്ല. ഇന്ന് കിട്ടുന്ന പണം പോരാ നമുക്ക് നാളെ. ഇന്ന് നമുക്ക് 1000 രൂപ കിട്ടിയാൽ സന്തോഷമാണെങ്കിൽ നാളെ 1500 രൂപയെങ്കിലും കിട്ടണം നമുക്ക് സന്തോഷമാവണമെങ്കിൽ. മറ്റന്നാളത് 3000 ആവണം, അത് കഴിഞ്ഞാൽ അത് 5000 ആവണം. ആനന്ദത്തിന് എങ്ങനെയാണ്? ആനന്ദത്തിന് കണക്കുകളില്ല, അവിടെ സ്വാർത്ഥതകളില്ല. അവിടെ മറ്റുള്ളവരായിട്ട് നമ്മൾ ഇഴുകിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ ആ മാനസികാവസ്ഥയിൽ വേണം. ആ മാനസികാവസ്ഥയിൽ നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റിയാൽ നമുക്ക് നേടാനും ബുദ്ധിമുട്ടുണ്ടാവില്ല, കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈശ്വരനുമായി ഏത് തരത്തിലുള്ള ഒരു ബന്ധം സൂക്ഷിക്കണമെന്ന് വളരെ ലളിതമായാണ് ഹരി ഇപ്പോൾ സംസാരിച്ചത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.